അസമിലും പശ്ചിമബംഗാളിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ മടങ്ങുകയാണ്. SIR ആശങ്ക കൂടി നിലനിൽക്കുന്നതിനാൽ ഭൂരിഭാഗം പേരും വോട്ട് രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഇതോടെ നിർമ്മാണ മേഖലയിലടക്കം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂട് മാത്രമല്ല, പശ്ചിമബംഗാളിലെയും അസമിലെയും തെരഞ്ഞെടുപ്പ് കാര്യമായി തന്നെ കേരളത്തെയും ബാധിച്ചു. എങ്ങനെയെന്നല്ലേ, കേരളത്തിലേക്ക് എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗം പേരും അസമിലും പശ്ചിമബംഗാളിലുമുള്ളവരാണ്. ഇലക്ഷനോടനുബന്ധിച്ച് ഇവരെല്ലാം വോട്ട് ചെയ്യാനായി സ്വന്തം നാട്ടിലേക്ക് പോയി. പണി കിട്ടിയതോ നമ്മൾ മലയാളികൾക്ക്. നമ്മുടെ നിർമ്മാണ പ്രവർത്തികളെല്ലാം പാതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. ഈ പ്ലൈവുഡ് ഫാക്ടറി അടക്കം അടച്ചിടുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടിയാണ് ഇവർ സ്വന്തം നാട്ടിലേക്ക് പോയപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, അവരുടെ പെരുന്നാളും കഴിഞ്ഞ്, അവരുടെ ഉത്സവങ്ങളും കഴിഞ്ഞ് ഏകദേശം 1.5 മാസം കഴിഞ്ഞ് ഇവർ തിരിച്ച് നാട്ടിലേക്ക് എത്തൂ എന്നാണ് ഇവിടെയുള്ള മുതലാളിമാർ പറയുന്നത്. അത് ചെറിയ രീതിയിലല്ലാതെ തന്നെ ഈ മേഖലയെ വലിയതായിട്ട് പ്രതിസന്ധി ബാധിച്ചിരിക്കുകയാണ്. इलेक्शन के लिए हम लोग गांव जा रहा है. हमारा असम बंगाल का आदमी सभी लोग जा रहा है इलेक्शन के लिए, नहीं तो हम लोग को मुश्किल है, इसीलिए जाना पड़ा. हम लोग 1-2 सप्ताह के लिए इलेक्शन खत्म होगा फिर वापस आएंगे. हम लोग घर में जाता है, गांव जाएगा, वोट में देगा, फिर आएगा. ओके, कितने दिन के लिए? इधर ही है. 2 हफ्ता के लिए. हाँ, मैं उड़ीसा का आदमी आसाम में रहता है. मेरा जो भाई बहन रहता है केरला में, वो लोग को सब अच्छा है. वो इलेक्शन में जाना चाहिए. യുദ്ധം സാരമായി തന്നെ ഈ പ്ലൈവുഡ് ഫാക്ടറികളെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും സാധനം എത്തുന്നതിൽ വലിയ താമസമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ഗ്യാസിന്റെ പ്രതിസന്ധി, അതിനു പുറമെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇവർ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ കടകൾ, പ്ലൈവുഡ് ഫാക്ടറി അടക്കം 1 മാസം 1.5 മാസത്തോളം അടച്ചിടുന്ന അവസ്ഥയിൽ വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് തന്നെയാണ് ഈ പ്ലൈവുഡ് ഫാക്ടറി ഉടമസ്ഥരും വ്യക്തമാക്കുന്നത്. എന്റെ ഈ സ്ഥാപനത്തിൽ ഇന്ന് വർക്കില്ല, കാരണം തൊഴിലാളികളില്ല. അപ്പോൾ ഇവർ പറയണത് നമ്മൾ ഇലക്ഷന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരികെ എത്തും എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ആസാമിലെ വലിയൊരു ആഘോഷമാണ് ബിഹു. അവരത് കഴിയാതെ വരില്ല. അതവർ കഴിയാതെ വരില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു അറിവ്. ഇലക്ഷനായിട്ട് എല്ലാവരും പോവാണ്. ലാസ്റ്റ് അടുത്ത ഞായറാഴ്ചയോടുകൂടി എല്ലാവരും പോകും. എന്റെ കമ്പനി പാലക്കാട് ചെറുപ്പശ്ശേരിയാണ്. എന്റെ കമ്പനിയിൽ നിന്ന് എല്ലാവരും പോയി. ഇപ്പൊ ആസാമും പോവും. ബംഗാള് ഇലക്ഷൻ അടുത്ത ഈ മാസം അവസാനമാണ്. അതോടുകൂടി എല്ലാവരും പോവുകയാണ്. നാട്ടില് പ്ലൈവുഡ് മേഖല ഏകദേശം സ്തംഭനാവസ്ഥയാണ്. പിന്നെ കെട്ടിട നിർമ്മാണം, അങ്ങനെയുള്ള പല മേഖലകളും പ്രശ്നത്തിലാണ്. എല്ലാം ഇതാണ്. SIRന്റെ ആശങ്ക കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അസമിലെയും പശ്ചിമബംഗാളിലെയും തിരഞ്ഞെടുപ്പിന് ഇവർ നിർബന്ധപൂർവ്വം പോകുന്നതും. ക്യാമറാമാൻ KP ദിനേശിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.